നമസ്കാരം. നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് GST ഇളവിൻ്റെ നേട്ടം കിട്ടിത്തുടങ്ങിയോ? അതോ വ്യാപാരികൾ പഴയ വില തന്നെ ഈടാക്കുന്നുണ്ടോ? രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും കടകളിലെ വില നിരീക്ഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സർക്കാർ GST കുറച്ചാൽ സ്വാഭാവികമായി വില കുറയേണ്ടതാണല്ലോ. പക്ഷേ അത് നമ്മളിലേക്ക് എത്തുന്നുണ്ടോ? പഴയ വിലയും പുതിയ വിലയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കമ്പയർ ചെയ്തു നോക്കിയോ? പല നിത്യോപയോഗ സാധനങ്ങൾക്കും ഇനി നികുതിയേ ഇല്ലെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നോ? സാധനങ്ങൾ വാങ്ങിയ ബില്ലിൽ പുതിയ GST നിരക്ക് തന്നെയാണോ എന്ന് നിങ്ങൾ പരിശോധിച്ചോ? GST പരിഷ്കരണം നിലവിൽ വന്നെങ്കിലും അത് പൂർണ്ണ തോതിൽ വിപണിയിൽ പ്രതിഫലിച്ച് തുടങ്ങിയിട്ടില്ല. ഇതിന് ദിവസങ്ങളെടുക്കും എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഭക്ഷ്യവസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ, തുണിത്തരങ്ങൾ തുടങ്ങിയവയുടെ കാര്യത്തിലാണ് അവ്യക്തത നിലനിൽക്കുന്നത്. എന്നാൽ കേന്ദ്രീകൃത ബില്ലിംഗ് നടക്കുന്ന ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ആദ്യ ദിനം തന്നെ വില വ്യത്യാസം വന്നിട്ടുണ്ട്. പുതിയ GST പരിഷ്കരണം നിലവിൽ വന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം പറ്റിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സെപ്റ്റംബർ 23 മുതൽ രാജ്യത്താകെ വിലക്കുറവിൻ്റെ ഉത്സവമാണെന്നാണ് പുതിയ നികുതി പരിഷ്കരണത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം മുതൽ ഉപഭോക്താക്കൾക്ക് വിലക്കുറവിൻ്റെ ആനുകൂല്യം കിട്ടിത്തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ചെറുകിട വ്യാപാരികൾക്കിടയിൽ പഴയ സ്റ്റോക്കിനെ കുറിച്ച് അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. പുതിയ സ്റ്റോക്ക് വരുമ്പോഴാണ് വില കുറയുകയെന്ന് പറയുന്നവരുണ്ട്. താഴെത്തട്ടിലെത്തുമ്പോഴേക്കും സമയമെടുക്കുമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതൊന്നും ശരിയല്ല. 23-ാം തീയതി മുതൽ തന്നെ പഴയ സ്റ്റോക്കിനും ഇളവ് കൊടുക്കാൻ വ്യാപാരികൾ തയ്യാറാകേണ്ടതാണ്. ഉപഭോക്താക്കൾ ഒരു കാരണവശാലും ഇനി പഴയ വില കൊടുക്കാൻ തയ്യാറാകരുത്. ആരും തന്നെ ഇത് ചോദ്യം ചെയ്യാൻ തയ്യാറാകാത്തതിനാലാണ് ഇത്തരത്തിൽ വിൽക്കാൻ പറ്റുന്നത്രയും വിൽക്കാനായി വ്യാപാരികൾ ശ്രമിക്കുന്നത്. ആദ്യം തന്നെ നാം കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും ചോദ്യം ചെയ്യാനും കഴിയുകയുള്ളൂ. തിങ്കളാഴ്ച മുതൽ തന്നെ ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും നികുതി നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോൾ പുതിയ ടാക്സ് ഇളവ് സാധനങ്ങളുടെ വില കുറയാൻ കാരണമായിട്ടുണ്ടോ എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാം? അതിന് ചില വഴികളുണ്ട്. ഒന്ന്, സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് ബില്ല് ചോദിച്ചു വാങ്ങുക. 2, നികുതി ഒഴിവാക്കിയ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞു വയ്ക്കുക. 3, നികുതി കുറച്ച സാധനങ്ങൾ ഏതൊക്കെയാണെന്നും അത് എത്രത്തോളമാണെന്നും അറിഞ്ഞു വയ്ക്കുക. 4, പുതിയ GST നിരക്ക് തന്നെയാണോ ബില്ലിൽ അടിച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കുക. 5, ഉൽപ്പന്നത്തിൻ്റെ വിലയും GSTയും ബില്ലിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചിലർ സൂത്രപ്പണി ചെയ്യാൻ സാധ്യതയുണ്ട്, അത് കരുതിയിരിക്കുക. 18% GST ഉണ്ടായിരുന്ന ഒരു സാധനത്തിൻ്റെ GST 5% കുറച്ചിട്ടുണ്ടെന്ന് കരുതുക. അപ്പോൾ GST അടക്കം 118 രൂപ കൊടുക്കേണ്ടിയിരുന്ന ഒരു സാധനത്തിന് ഇപ്പോൾ 105 രൂപ കൊടുത്താൽ മതിയാകും. പക്ഷേ പഴയ വിലയായ 100 രൂപയ്ക്ക് പകരം അല്പം കൂട്ടി എഴുതി 5% നികുതി ചേർത്ത് കസ്റ്റമറിന് കൊടുക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ പഴയ വിലയിൽ നിന്നും കുറവുണ്ടായതായി തോന്നും. ഇവിടെ കസ്റ്റമർ പറ്റിക്കപ്പെടുകയാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അതിന് കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പ്രതികരിക്കാനും പരാതിപ്പെടാനും. ഇതേ കടയിൽ നിന്ന് ഇതേ സാധനം വാങ്ങിച്ച പഴയ ബില്ല് കൈവശമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് തടയാനും ചോദ്യം ചെയ്യുന്നതിനും പരാതിപ്പെടാനും എളുപ്പമാണ്. GST ഇളവിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനായി സാധനങ്ങളുടെ വില നിരീക്ഷിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ കേന്ദ്ര GST ഓഫീസുകൾക്കാണ് നിർദ്ദേശം നൽകിയത്. മരുന്ന്, നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള 54 ഇനങ്ങളുടെ നികുതി ഇളവിന് മുമ്പുള്ള വിലയും ശേഷമുള്ള വിലയും താരതമ്യം ചെയ്ത് സെപ്റ്റംബർ 30-നകം ആദ്യ റിപ്പോർട്ട് നൽകാനാണ്
ആവശ്യപ്പെട്ടിട്ടുള്ളത്. പിന്നീടുള്ള മാസങ്ങളിൽ 20-ാം തീയതിക്ക് മുമ്പ് റിപ്പോർട്ട് കൊടുക്കണം. പരാതികൾ പരിശോധിക്കാനുള്ള ചുമതല ഡൽഹിയിലുള്ള GST അപ്പലേറ്റ് ട്രിബ്യൂണലിനെ ഏൽപ്പിച്ചു. ഈ നികുതി ഇളവിന്റെ പൂർണ്ണമായ ആനുകൂല്യം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ മാസ ചെലവ് കുറയുമെന്നതിൽ ഒരു തർക്കവും വേണ്ട. ചില ഉൽപ്പന്നങ്ങൾ നികുതി ഇല്ലാതാക്കിയിട്ടുണ്ട്. അവ ശ്രദ്ധിക്കണം. UHT അഥവാ അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ, പാക്ക് ചെയ്ത പനീർ, റൊട്ടി, പിസ്സ ബ്രെഡ്, പാക്ക് ചെയ്ത പൊറോട്ട, ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, സ്വകാര്യ ട്യൂഷൻ, തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, ചാരിറ്റബിൾ ഹോസ്പിറ്റൽ സർവീസസ്, ജീവകാരുണ്യ വിദ്യാഭ്യാസ സേവനങ്ങൾ, പഠനോപകരണങ്ങൾ, 36 ജീവൻ രക്ഷാ മരുന്നുകൾ. ഈ പറഞ്ഞ സാധനങ്ങൾക്കെല്ലാം 0% GST ആക്കിയിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 5% ടാക്സ് സ്ലാബിൽ ഉൾപ്പെട്ട സാധനങ്ങൾ പറയാം. അഗ്രികൾച്ചർ ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും, ബാഷ്പീകരിച്ച പാൽ, വെണ്ണ, നെയ്യ്, ചീസ്, ഡയറി സ്പ്രെഡുകൾ, ചോക്ലേറ്റുകൾ, പാസ്ത, ബേക്ക് ചെയ്ത സാധനങ്ങൾ, സാനിറ്ററി നാപ്കിൻസ്, ഡ്രൈ ഫ്രൂട്ട്സ്, പച്ചക്കറി, മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ, രോഗനിർണയ കിറ്റുകൾ, അവശ്യ മരുന്നുകൾ, ശസ്ത്രക്രിയ സാമഗ്രികൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, വ്യക്തിഗത പരിചരണ ഇനങ്ങൾ, ടോയ്ലറ്ററികൾ, ഫർണിച്ചർ, കരകൗശല വസ്തുക്കൾ, കളിപ്പാട്ടങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, 100 രൂപയിൽ താഴെയുള്ള സിനിമ ടിക്കറ്റുകൾ, 7500 രൂപയിൽ താഴെയുള്ള ഹോട്ടലുകൾ, സെലൂണുകൾ, ജിമ്മുകൾ, സ്പാകൾ തുടങ്ങിയവയ്ക്കുള്ള സാധനങ്ങൾ. ഇത്രയും സാധനങ്ങൾക്ക് 5% ടാക്സാണ്. ഇനി 18%ലേക്ക് ഉൾപ്പെടുത്തിയവയാകട്ടെ നാം നിരന്തരമായി വാങ്ങാത്ത സാധനങ്ങളാണ്. അതെന്ന് പറയുന്നത് സിമൻറ്റ്, കൽക്കരി, ലിഗ്നൈറ്റ്, 350 cc വരെയുള്ള ബൈക്കുകൾ, സ്കൂട്ടറുകൾ, ചെറിയ കാറുകൾ, സൈക്കിളുകൾ, ബീഡി, AC, TV, ഓട്ടോറിക്ഷ മുതലായവ സാധനങ്ങൾക്കാണ് ഈ 18% നികുതി ഉള്ളത്. ഇനി 40%-ൻ്റെ മറ്റൊരു സ്ലാബ് ഉണ്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യമല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന സാധനങ്ങൾ ഒക്കെ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. എന്ന് വെച്ചാൽ പാക്ക് ചെയ്ത തേങ്ങാവെള്ളം, സോയ മിൽക്ക് ഡ്രിങ്ക്, പാനീയങ്ങൾ, നോൺ ആൽക്കഹോളിക് ബിവറേജസ്, കാർബണേറ്റഡ് ഫ്രൂട്ട് ഡ്രിങ്ക്സ്, പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ, സിഗരറ്റുകൾ, 350 cc മുകളിലുള്ള ബൈക്കുകൾ, ആഡംബര കാറുകൾ, വിമാനം, വാച്ചുകൾ, പിസ്റ്റളുകൾ, 100 രൂപയ്ക്ക് മുകളിലുള്ള സിനിമ ടിക്കറ്റുകൾ തുടങ്ങിയവയൊക്കെയാണ്. പൊറോട്ടയുടെ കാര്യത്തിൽ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. ബേക്കറികളിലും കടകളിലും വിൽക്കുന്ന പാക്ക് ചെയ്ത പൊറോട്ടയുടെ GST ആണ് 18%-ൽ നിന്ന് 0% പക്ഷേ ഹോട്ടലുകളിലെ പൊറോട്ടയ്ക്ക് 5% നികുതി ഈടാക്കാനാണ് സാധ്യത. റെസ്റ്റോറൻറ്റ് സർവീസ് എന്ന നിലയ്ക്കുള്ള നികുതിയാണത്. നികുതി പരിഷ്കാരത്തിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനായി കേന്ദ്ര ധനമന്ത്രാലയം കണ്ടൻസ്ഡ് മിൽക്ക്, വെണ്ണ, നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, ചോക്ലേറ്റ്, ജാം, ഷാംപൂ, ടൂത്ത് ബ്രഷ്, സോപ്പ്, കണ്ണട, ലെൻസ്, നോട്ട്ബുക്ക്, AC, TV, മരുന്നുകൾ, ഷുഗർ പരിശോധന ഉപകരണങ്ങൾ, സ്ട്രിപ്പുകൾ, ലാബ് പരിശോധന കിറ്റുകൾ, സാനിറ്ററി നാപ്കിൻ, അടുക്കള ഉപകരണങ്ങൾ, പാത്രങ്ങൾ, സിമൻറ്റ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ നികുതി കുറച്ച ഉൽപ്പന്നങ്ങളെയെല്ലാം നിരീക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. GST ഇളവിൻ്റെ ഗുണം വിലയിൽ പ്രതിഫലിക്കാൻ ഒട്ടേറെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ബില്ലിംഗ്, അക്കൗണ്ടിംഗ് സംവിധാനങ്ങളിൽ പുതിയ നിരക്കുകൾ അപ്ലോഡ് ചെയ്യണം. HSN കോഡിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ബില്ലിംഗ് സോഫ്റ്റ്വെയറുകളിലും മറ്റും കൃത്യമായി രേഖപ്പെടുത്തണം. പഴയ വിലയും പുതിയ വിലയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി ഉപഭോക്താക്കളെ അറിയിക്കണം. ഉൽപ്പന്ന ക്ലാസിഫിക്കേഷൻ ആവശ്യമെങ്കിൽ തിരുത്തണം. ജീവനക്കാർക്ക് പരിശീലനം നൽകണം.
തുടങ്ങിയ നിർദ്ദേശങ്ങൾ വൻകിട ഉൽപ്പാദകർക്കും വ്യാപാരികൾക്കും നൽകിയിട്ടുണ്ട്. അനാവശ്യമായി ലാഭമെടുക്കുന്നത് തടയാനുള്ള ഉപദേശവും നൽകുന്നുണ്ട്. നികുതി കുറച്ചത് മൂലം പഴയ സ്റ്റോക്കുകളിലുള്ള നഷ്ടം അവർക്ക് നികത്താനാവുമെന്നും ബോധിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റോക്ക് തീരുന്നതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ, പുതിയ സ്റ്റോക്ക് വരുമ്പോൾ കുറയ്ക്കാം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് മനസ്സിലാക്കുക. പുതിയ പാക്കിങ്ങിനും വില ക്രമീകരണത്തിനുമെല്ലാം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് പരമാവധി സമയം ലഭിച്ചിട്ടുണ്ട്. GST കൗൺസിൽ ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇത് സെപ്റ്റംബർ 22 മുതൽ നടപ്പിലാക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് സെപ്റ്റംബർ 22 വരെ സമയം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈ നികുതി ഇളവിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇവർ ഇതുവരെ എന്തെടുക്കുകയായിരുന്നു എന്ന ചോദ്യം ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. പഴയ സ്റ്റോക്കിൽ പഴയ വില മറയ്ക്കാതെ തന്നെ പുതിയ പ്രൈസ് ടാഗ് ഒട്ടിച്ച് വിൽപ്പന നടത്തുന്നതാണ് മാന്യത. ചെറുകിട വ്യാപാരികൾ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യേണ്ടതാണ്. അല്ലാതെ അത് കസ്റ്റമേഴ്സിൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. പഴയ വില തന്നെ ഇപ്പോഴും എടുക്കുന്നവരുണ്ടെങ്കിൽ ജില്ലാ GST ഓഫീസുകളിലേക്ക് വിളിച്ച് പരാതി അറിയിക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. GST ഇളവ് നിലവിൽ വന്നതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം കമൻ്റായി രേഖപ്പെടുത്തുക. നികുതി ഇളവിൻ്റെ മാറ്റം നിങ്ങളുടെ അടുത്തുള്ള കടകളിലെ സാധനങ്ങളുടെ വിലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ എന്നും കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.